നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിഞ്ഞനം ടാഗോർ ലൈബ്രറി സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഉദ്ഘാടന ചടങ്ങുകളിൽ നിലവിളക്ക് കൊളുത്താതിരിക്കുന്നത് ഭാരത സംസ്കാരത്തിനെതിരാണെന്ന് KP ധനപാലൻ MP. മഹിളാ കോൺഗ്രസ് തളിക്കുളം മണ്ഡലം കൺവെൻഷൻ നടത്തി. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് അയൽവാസി അച്ഛനെയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പൊതുപരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് കൊളുത്താതെ മാറി നിൽക്കുന്നത് ഭാരത സംസ്കാരത്തിനെതിരാണെന്ന് KP ധനപാലൻ MP. പെരിഞ്ഞനം കൊറ്റംകുളം ടാഗോർ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിന് മടി കാണിക്കുന്ന ചില സാഹചര്യങ്ങളെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. അത് എന്തിൻ്റെ പേരിലായാലും നമ്മുടെ മത സൗഹാർദ്ദത്തിനും കൂട്ടായ്മയ്ക്കും ഭാരതീയ സംസ്കാരത്തിനും യോജിച്ചതല്ല എന്ന് ആദ്യമായി ഞാനൊരു പ്രതികരണം നടത്താൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, 25 വർഷമായി ബാബുരാജ് ഇതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്നു. എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് നടത്തി ബാബുരാജിനെ തന്നെ പ്രസിഡൻ്റാക്കുന്നു. അടുത്ത വർഷം നിങ്ങളൊരു പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം എന്നാണ് അദ്ദേഹം ഇവിടെ സ്വയമായി പറഞ്ഞത്. സ്വാഭാവികമായും കഴിഞ്ഞ 25 വർഷക്കാലത്തെ ഈ ലൈബ്രറിയുടെ പ്രവർത്തനം എല്ലാവരും അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് പിന്തുണ നൽകുകയും ചെയ്യുമ്പോൾ ആ പിന്തുണയും ജനങ്ങളുടെ കൂട്ടായ്മയും. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ നവംബർ 11-നാണ് സമാപിക്കുക. ഉദ്ഘാടന സമ്മേളനത്തിൽ പുതിയ വായനാലോകം എന്ന വിഷയത്തിൽ കേരള സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ ബാലേന്ദ്രൻ വടക്കേടത്തും കേരള നവോത്ഥാനവും ഗ്രന്ഥശാല പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ ഗ്രന്ഥശാല സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രൊഫസർ KU അരുണനും പ്രഭാഷണം നടത്തി. KA അബ്ദുൽ റഷീദ് മുൻകാല പ്രവർത്തകരെ അനുസ്മരിച്ചു. CC ബാബുരാജ്, VK സദാനന്ദൻ, CM വേലായുധൻ, പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രഘുനാഥ്, CS അജയ് ഘോഷ് എന്നിവരും സംസാരിച്ചു. തുടർന്ന് നാടൻ പാട്ടുകളുടെ അവതരണവും ഓണാഘോഷ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. ഞായറാഴ്ച നടക്കുന്ന കവിതാ സായാഹ്നത്തിൽ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വൈലോപ്പള്ളി അനുസ്മരണം നടത്തും. കാവുമ്പായി ബാലകൃഷ്ണൻ, C രാവുണ്ണി തുടങ്ങിയവരും പങ്കെടുക്കും. മഹിളാ കോൺഗ്രസ് തളിക്കുളം മണ്ഡലം കൺവെൻഷൻ തളിക്കുളം കോൺഗ്രസ് ഭവനിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ലീലാമ തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 16 വാർഡിൽ കിട്ടത്തക്ക രീതിയിൽ മുമ്പോട്ട് പോകാം. ഈ സ്ത്രീകളൊക്കെ മുമ്പോട്ട് വരികയാണ്. കാരണം 16 വാർഡില് 8 പേര് സ്ത്രീകളായിരിക്കും. ഈ 8 പേരെ സ്ത്രീകളെ നിർത്തി വിജയിപ്പിക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പറ്റും. നമ്മൾ സാധാരണഗതിയിൽ പഴയ കാലത്ത്, ഇപ്പോഴല്ല കുറച്ച് മുമ്പൊക്കെ ഈ 50%, 33% ഒക്കെ വന്നപ്പോൾ ഒരുപക്ഷെ സ്ത്രീകളെ തേടി നമ്മുടെ ഷൗക്കത്താലിയെ പോലുള്ളവർ നടന്നിട്ടുണ്ടാകാം. വല്ലയിടത്തും റിട്ടയർഡ് ടീച്ചേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ സജീവ കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാര്യമാരുണ്ടോ, അവരുടെ ബന്ധുക്കളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടാകാം. പക്ഷെ ഇനി അങ്ങനെ പോരാ. ഇനിയുള്ള കാലഘട്ടത്തില് മഹിളാ കോൺഗ്രസിൽ കൂടി മാത്രമേ സ്ഥാനാർത്ഥിത്വം കൊടുക്കൂ എന്ന കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എത്തണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മഹിളാ കോൺഗ്രസിനും ആ ധാരണയിലേക്ക് എത്തണം. ഈ ധാരണയിൽ നമ്മൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ ഷൗക്കത്താലി എന്നോട് ചോദിക്കും. ലിൻഡ സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്തലി മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. CM നൌഷാദ്, ഗീതാദാസ്, PM ഷരീഫ ബാവ, ഷീബ പ്രമോദ് എന്നിവരും സംസാരിച്ചു. വലപ്പാട് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണവും നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. AG രമേശൻ അധ്യക്ഷനായിരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, വലപ്പാട് EO AB ജയപ്രകാശ്, VH വലപ്പാട്, സദാനന്ദൻ ഏങ്ങൂര് തുടങ്ങിയവരും സംസാരിച്ചു. ഒരുപാട് പ്രശ്നങ്ങളെ നമ്മുടെ പ്രവാസികളുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്നു. പ്രവാസികൾ അവരുടെ കുടുംബത്തെ നാട്ടിലേക്ക് പോരുന്ന ഒരു മാനസികാവസ്ഥ, അതിന് പുറമെ അവിടെ തൊഴിൽ മേഖലകളിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ, മതിയായ ജോലിക്ക് മതിയായ വേതനം ലഭിക്കുന്നില്ല, ടിക്കറ്റിൻ്റെ വില കൂടുതൽ, വിചാരിച്ച സമയത്ത് അവർക്ക് നാട്ടിലെത്താൻ കഴിയുന്നില്ല,
ഒരുപാട് കടമ്പകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോഴും അവർ നാട്ടിലുള്ളവരെ, നമ്മുടെ സുഹൃത്തുക്കളെ, നാട്ടിലുള്ള സുഹൃത്തുക്കളെ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കളെ മറന്നില്ല എന്നുള്ളത് അവരുടെ ഹൃദയവലിപ്പം തന്നെയാണ്. അതിനെ അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. തങ്ങൾക്ക് ഇരിക്കട്ടെ ഒരുപാട് രൂപ എന്ന് ചിന്തിക്കാതെ തങ്ങൾക്ക് കിട്ടുന്ന അതിൽ നിന്നും വിദ്യാഭ്യാസത്തിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ബഹുമാന്യനെ ഉദ്ഘാടകൻ പറഞ്ഞതുമാതിരി ഇന്ന് രോഗം ആളും അർത്ഥവും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് രോഗങ്ങളുടെ പോക്ക്. തുടർന്ന് നാടൻ പാട്ടുകളും ഉണ്ടായിരുന്നു. CPIM പെരിഞ്ഞനം മാറാട്ടുകടവ് ബ്രാഞ്ചിൽ നവോത്ഥാന സംഗമം നടത്തി. കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. അതിനെയാണ് ഒരുപക്ഷെ നമ്മളെല്ലാം ആക്ഷേപിച്ച് പറഞ്ഞിരുന്നത് ഞായറാഴ്ച കോൺഗ്രസ് എന്ന് പറയാം. എന്നുവെച്ചാൽ എല്ലാ പണികളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞായറാഴ്ച കുറച്ച് ഒഴിവുള്ളപ്പോൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അതിൽ നിന്ന് വ്യത്യസ്തമായി ഗാന്ധിജിയുടെ വരവോടുകൂടി ചില മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരികയാണ്. ഗാന്ധിജി വന്നതിന് ശേഷം ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനാവശ്യമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുക്കുന്ന പണിയിൽ മുഴുകി. കോൺഗ്രസ് പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണയുണ്ട്, നെഹ്റു ഉൾപ്പെടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വിഭാഗം ജനങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്ത് എന്ന് കണ്ടെത്തി അവരെ സംഘടിപ്പിക്കുന്നതിനാവശ്യമായ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ് ഗാന്ധിജി ചെയ്തത്. PK അറുമുഖൻ അധ്യക്ഷനായിരുന്നു. KK സച്ചിത്ത്, KK മുരളി, NK രാംദാസ് തുടങ്ങിയവരും സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.